നമസ്കാരം. ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന താരമാണ് നടൻ ബാല. തമിഴ്നാട്ടിലെ പ്രമുഖ താരകുടുംബമാണെങ്കിലും മലയാളത്തിലാണ് നടന് അഭിനയ സാധ്യത കൂടുതലായി കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ വന്ന് വിവാഹിതനായെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. ഇപ്പോൾ ബാലയും മുൻ ഭാര്യയായിരുന്ന അമൃത സുരേഷും തമ്മിലുള്ള പരസ്യമായ ആരോപണങ്ങൾ വിമർശനങ്ങൾക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. താരങ്ങളുടെ ആരോപണത്തിനിടയിലേക്ക് മകൾ കൂടി വന്നതാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കിയത്. പിന്നാലെ അമൃതയും മകളും സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു. പലരും അമൃതയുടെ രണ്ടാമത്തെ റിലേഷനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ബാലയുമായി പിരിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് അമൃത രണ്ടാമതൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത്. സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വിവാഹിതരായില്ലെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഒരുമിച്ചുള്ള ഫോട്ടോസ് പുറത്തുവിട്ടത് മുതൽ അമൃതയും ഗോപിയും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു. എന്നാൽ അധികം വൈകാതെ അവർ വേർപിരിയുകയായിരുന്നു. വളരെ പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചതിലൂടെയാണ് അമൃതയും ഗോപിയും സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾക്ക് ഇരയായത്. കഴിഞ്ഞ ദിവസം ഗോപി സുന്ദറുമായി പിരിയാനുണ്ടായ കാരണവും ഗായിക തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇതേ കമന്റുകളാണ് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് പങ്കുവച്ച പോസ്റ്റിന് താഴെ വരുന്നത്. ഇതോടെ ബാലയും ഗോപിയും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി അഭിരാമി തന്നെ സംസാരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ്: ഗോപിയേട്ടൻ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് ശരിയായിരുന്നു എന്നാണ് ഒരാൾ അഭിരാമിയോട് കമന്റായി ചോദിച്ചത്. ബാലയെക്കാളും 100% നല്ലതായിരുന്നു. സ്വന്തം പോരായ്മകളും നന്മകളുമുള്ള മനുഷ്യനാണ് ഗോപി സുന്ദർ. അവർക്കൊരുമിച്ച് മുന്നോട്ട് ആശയപരമായി പോകാൻ പറ്റാതെ വന്നപ്പോൾ പരസ്പര ബഹുമാനത്തോടുകൂടി ബന്ധം അവസാനിപ്പിച്ചു. ഗോപി ചേട്ടന്റെ മാതാപിതാക്കളുമായി ഇപ്പോഴും ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. അയാൾ എന്തുമായിക്കോട്ടെ, എന്റെ അച്ഛനെയും അമ്മയും ചേച്ചിയും ദ്രോഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അയാളോട് വെറുപ്പുമില്ല എന്ന് അഭിരാമി പറയുകയാണ്. നിങ്ങളൊക്കെ തലയിൽ വെച്ചിരിക്കുന്ന ബാലയുടെ യഥാർത്ഥ മുഖം കണ്ടാൽ ഇന്ന് സപ്പോർട്ട് ചെയ്തത് ഓർത്ത് നിങ്ങൾ വെറുത്ത് മരിക്കും. അയാള് കാരണം ജീവിതം പോയ പെണ്ണുങ്ങൾക്കും കുടുംബത്തിനും അറിയാം സത്യമെന്നും അഭിരാമി പറയുകയാണ്. 2009 അമൃത സുരേഷും ബാലയും വിവാഹിതരാകുന്നത്. വൈകാതെ ഇരുവരും ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളാകുകയായിരുന്നു. എന്നാൽ ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് അവർ ബന്ധം വേർപിരിയുകയായിരുന്നു. 2022 അമൃത ഗോപി സുന്ദറുമായി പുതിയൊരു ജീവിതം ആരംഭിച്ചെങ്കിലും അത് പാതി വഴിയിൽ അവസാനിക്കുകയായിരുന്നു. അതുപോലെ ബാലയും മറ്റൊരു വിവാഹം കഴിച്ചു. ഡോക്ടർ കൂടിയായ എലിസബത്തിനെ വിവാഹം കഴിച്ചെങ്കിലും ഈ ബന്ധം വേർപിരിയുകയായിരുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.